Hi dear students, welcome back to Xylem Learning. Abdullah sir ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് പഠിക്കാനാണ്. നമ്മുടെ ഫ്രം ട്രേഡ് ടു ടെറിട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുള്ള ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ വർഷങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിച്ചെടുക്കാനുണ്ട്. ഈ ഒരു ഭാഗം കാണുന്നതോടുകൂടി ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും നമുക്ക് പഠിച്ചു കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാവരും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടും കാണുക. മാക്സിമം 10 minutes കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വർഷങ്ങളും പഠിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫ്രം ട്രേഡ് ടു ടെറിട്ടറി എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യോധ ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് അറിയാം, യോധ ബാച്ചിലുള്ള മക്കളൊക്കെ ആ ഒരു പാഠഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന്റെ റിവിഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവരും എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ഈ വർഷങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ യോധ ബാച്ചിൽ കൃത്യമായിട്ട് മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനിയും യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. വെറും 2499 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് വരുന്നത്. ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചുവടെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് 1498ലാണ് പോർച്ചുഗീസ് എക്സ്പ്ലോറർ ആയിട്ടുള്ള വാസ്കോ ഡ ഗാമ എവിടെ വരുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്, അല്ലെ നമ്മുടെ കേരളത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പോർച്ചുഗീസ് എക്സ്പ്ലോറർ വാസ്കോ ഡ ഗാമ ഡിസ്കവേർഡ് സീ റൂട്ട് ടു ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് ആര് ഡിസ്കവർ ചെയ്യാണ്, വാസ്കോ ഡ ഗാമ ഡിസ്കവർ ചെയ്യാണ്. 1498ലാണ്. ഓക്കെ, ദെൻ 1600ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, 1600ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ഗ്രാൻഡ് ചാർട്ടർ ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി അലോങ് ടു ട്രേഡ് വിത്ത് ഈസ്റ്റുമായിട്ട് ട്രേഡ് അലോ ചെയ്യുന്നതുകൊണ്ട് ക്വീൻ എലിസബത്ത് എന്തിയാണ്, ഡിക്ലെയർ ചെയ്യാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. 1600ലാണ് സംഭവിക്കുന്നത്. ദെൻ 1615 to 1715 വരെയുള്ള ആ ഒരു ടൈമിലാണ് യൂറോപ്യൻ കെയിം ഇൻ ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരിയഡ് ടു ഫോം ട്രേഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ ട്രേഡ് കണക്ഷൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1615 to 1715 വരെയുള്ള പീരീഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 1651ലാണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി സെറ്റപ്പ് ആൻഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഹുഗ്ലി. ഹുഗ്ലിയിലാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ഫാക്ടറി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് 1651ലാണ്. ഓക്കെ, നോട്ട് ചെയ്തു പോവാം. ഇനി 1696ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ ഫോർട്ട് അറൌണ്ട് ഇറ്റ്സ് സെറ്റിൽമെന്റ്. അപ്പോൾ 1696ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്, യെസ്, ബിൽഡിംഗ് ഫോർട്ടും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി 1707ലാണ് ഡെത്ത് ഓഫ് ഔറംഗസേബ് എന്ന് പറയുന്ന റൂളറുടെ മരണം നമുക്ക് കാണാൻ പറ്റുന്നത് 1707ലാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇതാരാണ്, എന്തൊക്കെയാണ് ഇവരുടെ പൊസിഷൻ, ഇതൊക്കെ മക്കൾക്ക് അറിയാം. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സും അതിൽ നടന്നിട്ടുള്ള ഇവന്റ്സുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി 1756ലാണ് ഡെത്ത് ഓഫ് അലിവുദ്ദീൻ സിറാജുദ്ദൗള became the നവാബ് ഓഫ് ബംഗാൾ. സിറാജുദ്ദീൻ ഖാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബംഗാളിലെ നവാബായിട്ട് മാറുന്നത് 1756ലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലിവുദ്ദീൻ ഖാന്റെ മരണവും അതേ വർഷം തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഇനി 1761 to 1782 വരെയുള്ള പീരീഡാണ്. ഹൈദർ അലിയാണ് മൈസൂർ ഗവൺ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൈദർ അലി മൈസൂർ ഗവൺ ചെയ്തിരുന്ന ഏത് വർഷമാണ്, 1761 to 1782 വരെയുള്ള പീരീഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി നമുക്ക് ഇതിന് മുകളിൽ എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം 1757ലാണ് നടക്കുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കൊക്കെ ബേസ്മെന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു ബാറ്റിൽ ആയിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പൊ ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവുന്നത് 1757ലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഇനി ബാറ്റിൽ ഓഫ് ബക്സാർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 1764ലാണ് ബാറ്റിൽ ഓഫ് ബക്സാർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈച്ച് ആൻഡ് എവരി വൺ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി എന്താണ്, ബാറ്റിൽ ഓഫ് ബക്സാർ എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടും ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇയേഴ്സിൽ നിന്നുള്ള ഇവന്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുക. അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് കേട്ടോ. വാട്ട് ഈസ് ദാറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആവില്ല. വാട്ട് ഇസ് ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാർ എന്താണ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലൈവുകളിൽ. മക്കൾ കൃത്യമായിട്ടും ക്ലാസ്സസ് എന്ത് ചെയ്യാൻ കാണാം കേട്ടോ. അതുപോലെ തന്നെ 1765ലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്, death of Mir Jafar. East India Company was appointed Diwan of provinces of Bengal in the Mughal Empire. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്തിട്ട് ദിവാൻ പൊസിഷൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുന്നതും അതുപോലെ തന്നെ മിർ ജാഫറിന്റെ മരണവും 1765ലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും മക്കളെ. ഇനി 1767 to 1769 വരെയുള്ള പീരീഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. 1775 to 1782 വരെയുള്ള പീരീഡ് ആണ്
ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ നമുക്ക് കാണാൻ പറ്റുന്നത് 1782 1784 വരെയുള്ള പീരീഡ് ആണ്. സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ നമുക്ക് കാണാൻ പറ്റുന്നത് 1782 to 1799 വരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടിപ്പു സുൽത്താൻ അപ്പോൺ റൂളർ ഓഫ് മൈസൂർ അല്ലെങ്കിൽ അപ്പോൺ മൈസൂർ റൂൾ ചെയ്തിരുന്നത് ടിപ്പു സുൽത്താൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ കുറെ അധികം വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ പഠിക്കാനുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിനൊറ്റ വീഡിയോ കാണുന്നതിലൂടെ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷങ്ങളും മക്കൾ എന്ത് ചെയ്യും, പഠിച്ച് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി 1785 ടിപ്പു സുൽത്താൻ ബാൻഡ് ദ എക്സ്പോർട്ട് ഓഫ് സാൻഡൽവുഡ്, പെപ്പർ ആൻഡ് കാർഡമം ത്രൂ ഹിസ് കിങ്ഡം ആൻഡ് പ്രൊഹിബിറ്റഡ് ലോക്കൽ മെർച്ചന്റ്സ് ഫ്രോം ട്രേഡിംഗ് വിത്ത് കമ്പനിയുമായിട്ട് ലോക്കൽ ട്രേഡേഴ്സും എന്ത് ചെയ്യാ ട്രേഡ് നടത്തുന്നതിനെയും ബാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രോഡക്ട്സും സാൻഡൽവുഡും പെപ്പറും കാർഡമവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ കിങ്ഡത്തിലൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ബാൻ ചെയ്തുകൊണ്ട് നിയമങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ആര്, ടിപ്പു സുൽത്താൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒപ്പോസ് ചെയ്തിരുന്ന ഒരു സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിരുന്ന റൂളർ ആയിരുന്നു ടിപ്പു സുൽത്താൻ അല്ലെ. ഫ്രഞ്ചുമായിട്ട് സപ്പോർട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഭാഗം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻ ആണെങ്കിലും ഹൈദരലി ആണെങ്കിലൊക്കെ ആർക്ക് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയ ഒരു എനിമിറ്റി ഉണ്ടായിരുന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 1790 to 92 വരെയുള്ള പീരീഡാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1799 ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ടിപ്പു സുൽത്താൻ വാസ് കിൽഡ് ഇൻ ദിസ് ബാറ്റിൽ. ഈ ഒരു ബാറ്റിലാണ് 1799 ഉണ്ടാവുന്ന ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലാണ് എന്തുണ്ടാവുന്നത്, ടിപ്പു സുൽത്താൻ കിൽഡ്, ടിപ്പു സുൽത്താനെ കൊല്ലപ്പെടുന്നത് ഈ ഒരു വാറിലാണ്. 1801 നവാബ് ഓഫ് അവധ് ഫോഴ്സ്ഡ് ടു ഗീവ് ഹാഫ് ഓഫ് ദ ടെറിട്ടറി ടു ദ കമ്പനി. അവധിലെ നവാബിന് കമ്പനിയുടെ ഒരു വലിയൊരു കമ്പനിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ടെറിട്ടറി എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഗിവ് അപ്പ് ചെയ്യേണ്ടി വരുന്നില്ല, കൊടുക്കേണ്ടി വരുന്നില്ല, കമ്പനി അനക്സ് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1801 നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിലെ ലാസ്റ്റ് ഇവന്റ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാം 1803 to 1805 സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. മൈസൂർ വാർ കഴിഞ്ഞു, ദെൻ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത് 1803 to 1805 വരെയുള്ള പീരീഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 1870 to 19 വരെയാണ് തേർഡ് ആംഗ്ലോ മറാത്ത വാർ എന്ത് ചെയ്ത് നടക്കുന്നത്. ഓക്കെ, എല്ലാ വർഷവും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പോകണം. ഇനി 1813 to 1823 Lord Hastings was the Governor General of India. Okay, എപ്പോഴാണ് ലോർഡ് ഹേസ്റ്റിംഗ്സ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത്? യെസ്, 1813 to 1823 വരെയുള്ള പീരീഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി 1849 പഞ്ചാബ് അനക്സ് ചെയ്യുന്ന കമ്പനി പഞ്ചാബ് റീജിയൻ പിടിച്ചെടുക്കുന്ന എപ്പോഴാണ്? 1849 നമുക്ക് കാണാൻ പറ്റും. ഇനി 1848 to 56 വരെയുള്ള പീരീഡ് ആണ് ലോർഡ് ഡൽഹൌസി വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ലോർഡ് ഡൽഹൌസി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആവുന്നത് 1848 to 56 വരെയുള്ള പീരീഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി 1857 വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ശിപ്പോയ് റൊബലിയൻ എന്നാണ് ഈ ഒരു ഇവന്റ് അറിയപ്പെടുന്നത്. 1857 ഈ ഒരു ലാസ്റ്റ് ഇവന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ വർഷങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ഇയേഴ്സും നടന്നിട്ടുള്ള കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് പോവുക. അതിലേതെങ്കിലൊക്കെ ഒരു സ്പെഷ്യൽ ഇയേഴ്സിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നിങ്ങൾ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം മക്കള് സ്റ്റഡി ടേബിൾ എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ടൈമിലും അത് വായിക്കാൻ പറ്റും അല്ലെ. നിങ്ങൾ ആ പഠിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്യാം. എല്ലാ ടൈമിലും അത് നോക്കിയിരിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ അത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ വർഷങ്ങളും നിങ്ങൾക്ക് ഒന്ന് മനസ്സിൽ വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, മെമ്മറൈസ് ചെയ്യാറുണ്ട് അല്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഓരോ ഇൻസിഡൻസും ഓരോ ഇവന്റ്സും ഇയേഴ്സ് ആണ് മോസ്റ്റ് കൺഫ്യൂസ്ഡ് ആവുന്നത് ഹിസ്റ്ററിയിൽ, എനിക്കറിയാം. അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്യാൻ എല്ലാ വർഷങ്ങളും നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഇതിന് ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എന്ന് പറയുന്ന ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്. സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡി ടാബ്ലറ്റ്സിൽ എന്ത് ചെയ്യാം, വെക്കാവുന്നതാണ്. ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, യെസ് നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, വർഷങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ലൈവിലും കാര്യങ്ങളൊക്കെ കാണാം മക്കളെ. താങ്ക് യു, ബൈ.